നമസ്കാരം. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച ഡിസംബർ മാസം അവസാന ദിവസങ്ങൾ, ഡിസംബർ 30, 31 തീയതികളിൽ ട്രംപിൻ്റെ ഫ്ലോറിഡയിലെ വസതിയിൽ വെച്ച് സംഭവിക്കുന്നു എന്ന റിപ്പോർട്ടാണ് അമേരിക്കയുടെ മാധ്യമ സ്ഥാപനമായ ABC ന്യൂസ് പുറത്തുവിടുന്നത്. അതിലെന്താണ് പുതുമ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നുണ്ട്. ഔപചാരികമായി പറയുമ്പോൾ ഗാസയിലെ പുനരുദ്ധാനം അല്ലെങ്കിൽ ഗാസ യുദ്ധത്തിൻ്റെ ഇനിയുള്ള പോക്ക് എങ്ങനെ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റും ഇസ്രയേലി പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തുന്നു എന്ന ഒരു പൊതുവികാരമാണ് ഉണ്ടാവുന്നത്. എങ്കിലും അതിൻ്റെ യഥാർത്ഥ അജണ്ട ഇറാൻ ഫോക്കസ്ഡ് ആണ് എന്ന രീതിയിലാണ് ABC എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ? ഈ വർഷം ആദ്യം വൻ യുദ്ധമാണ്. 3 ആഴ്ച, 2.5 ആഴ്ച നീണ്ടു നിന്ന ഘോരമായ പോരാട്ടമാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ നടന്നത്. അവസാനം കഥാവസാനം, സിനിമയുടെയൊക്കെ അവസാനം പോലീസ് വരുന്നു എന്ന് പറഞ്ഞതുപോലെ അവസാനം അമേരിക്ക വന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നാടകീയമായ ബോംബിംഗ് നടത്തി. ആ ബോംബിങ്ങിന് മുൻപ് തന്നെ ആണവ ഫിസൈൽ സാമഗ്രികൾ മാറ്റാൻ ഇറാന് സാവകാശം കൊടുത്തുകൊണ്ട് അവിടെ ഒരു ആക്രമണം നടത്തിയോ? ഇറാന്റെ മണ്ണിൽ കടന്നു കയറി അമേരിക്ക ആക്രമണം നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തി. ഇറാന് നാശനഷ്ടം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇറാൻ ആണവീകരണം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം 90% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വലിയ പങ്ക് തന്നെ അവർ ആ ആക്രമണ കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗുകളെല്ലാം തന്നെ മാറ്റാൻ സാധിച്ചു എന്നതാണ് വിവരം. അതിനിടയിൽ ഇറാൻ ഇതാ ഖത്തറിനെ ആക്രമിക്കുന്നു. ഖത്തർ വലിയൊരു ആശയക്കുഴപ്പത്തിലാകുന്നു. ഇസ്രയേൽ ഖത്തറിൽ നിന്ന് നേരെ ആക്രമണം നടന്നു. ഇതെല്ലാം തന്നെ 2025 കലണ്ടർ വർഷം സംഭവിച്ച വിവിധങ്ങളായ കാര്യങ്ങളാണ്. യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടായി എന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ വലിയ ഒരു വിപത്തായി, വിത്തിൻ കോട്ട്സ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിപത്തായി ഇറാൻ നിൽക്കുന്നു. ഇറാന്റെ ആയുധ വിന്യാസം, പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈൽ, ലോകത്തെ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രഹരശേഷി ഇസ്രയേൽ കണ്ടതുമാണ്. കാരണം ഇസ്രയേലിൻ്റെ ഏറിയൽ ഡിഫൻസ് സംവിധാനം, അതായത് അയൺ ഡോം അല്ലെങ്കിൽ ആരോ അല്ലെങ്കിൽ ഡേവിഡ് സ്ലിംഗ്, ഇതെല്ലാം എല്ലാ മിസൈലുകളെയും ആകാശ എയർബോൺ ഒബ്ജക്ട്സിനെ എല്ലാം തടഞ്ഞു നിർത്തും എന്ന ഒരു പ്രതീതി, അത് മിഥ്യാധാരണയായിരുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാം. അത് ഹമാസിന്റെ 100 കണക്കിന് റോക്കറ്റുകളെ പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല, അതൊരു കാര്യം. പക്ഷേ ഇസ്രയേലിലെ നാശനഷ്ടങ്ങൾ തോത് ഇപ്പോഴും പൂർണ്ണമായും നമുക്ക് അറിയുകയുമില്ല. കാരണം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല, കാരണം വലിയ തോതിൽ അവർ ഡിഫൻസ് എക്യുപ്ഡ് ആണ്. പക്ഷേ ഇറാൻ ഇപ്പോൾ വളരെ സൈലൻ്റായി നിന്നു. കഴിഞ്ഞ 1 വർഷമായി കാര്യമായി ഇറാൻ്റെ അകത്ത് നിന്ന് വാർത്തകൾ പുറത്തേക്ക് വരുന്നില്ല. വളരെ രഹസ്യമായി തങ്ങളുടെ ബാലിസ്റ്റിക് ശേഖരം വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ രഹസ്യമായി അവരുടെ കയ്യിൽ സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, ആണവായുധം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, അവരത് നിർമ്മിച്ചു കഴിഞ്ഞതുമാണല്ലോ, ഏതാണ്ട് പൂർണ്ണമായി നിർമ്മിച്ചു കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് അത് ഏത് നിമിഷവും തൊടുക്കാവുന്ന രീതിയിൽ, ഉപയോഗിക്കാവുന്ന രീതിയിൽ നിൽക്കുന്നു. അത് ഇസ്രയേലിൻ്റെ എക്സിസ്റ്റൻസിന് വലിയ ഒരു ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി അമേരിക്കയുടെ പ്രസിഡന്റിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അമേരിക്കയുടെ ഒരു ആക്ഷൻ ഇമ്മിനൻ്റ് ആണ്. ഒരു സ്റ്റേജ് വരെ ഇറാൻ മുന്നോട്ട് പോകട്ടെ, വീണ്ടും ഒരു അമേരിക്കൻ ആക്രമണം എന്ന നിലയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒന്ന്, ട്രംപിൻ്റെ തന്നെ ഒരു സമാധാന പ്രക്രിയ, ട്രംപ് തുടങ്ങിയ ഒരു സമാധാന പ്രക്രിയ, ലോകത്ത് 8 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞു, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു, ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ഞാൻ അവസാനിപ്പിച്ചു, എനിക്ക് നൊബേൽ സമ്മാനം തരൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ വീണ്ടും കൂടുതൽ സംഘർഷത്തിലേക്ക് ഇടപെടാൻ ട്രംപിന് താല്പര്യമുണ്ടാവില്ല, അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടാവില്ല. അത് 2, ഇറാൻ എന്ന രാജ്യം അതിശക്തമായി അയൽ രാജ്യങ്ങൾക്ക്, ഇസ്രായേൽ എന്ന് മാത്രമല്ല വായിച്ചെടുക്കേണ്ടത്, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയായി ഇറാന്റെ മിസൈൽ ശേഖരം ഉണ്ടാകേണ്ടത് അമേരിക്കയുടെ കുൽസിതമായ ഒരു താല്പര്യവും ആഗ്രഹവുമാണ്. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ സൗദിയുടെയും ഖത്തറിൻ്റെയും മറ്റ് UAEയുടെയും മറ്റ് പെട്രോ ഡോളേഴ്സുള്ള അറബി രാജ്യങ്ങളുടെ, ഇസ്ലാമിക രാജ്യങ്ങളുടെ ഡിഫൻസ് സംവിധാനം ഒരുക്കുന്നതിന് അമേരിക്കയെ ആശ്രയിക്കേണ്ടതുള്ളൂ. അല്ല എങ്കിൽ ഇറാൻ ഒരു ശത്രു, അല്ലെങ്കിൽ ഇസ്രയേൽ വലിയ ശത്രുവായി അവരെ ഇപ്പോഴും കരുതില്ല. കാരണം അബ്രഹാമിക് കരാറുകളിലൂടെ ഒന്നൊന്നായി അറബി സുന്നി രാജ്യങ്ങൾ ഇസ്രയേലുമായി ധാരണയിൽ എത്തുകയാണ്. കാര്യമായ ആക്രമണം ഇസ്രയേലിൽ നിന്നല്ല അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് തോന്നാം ഇസ്രയേൽ ഇതാ
ഖത്തർ ആക്രമിക്കുന്നു. അവിടുത്തെ കേന്ദ്രങ്ങളാണ്, അവിടുത്തെ ചില ഹമാസിൻ്റെ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്നതാണ് വിവരം. എങ്കിൽ പോലും ഇത് ആക്രമിച്ചു എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഏത് അറബ് രാജ്യവും ഇസ്രയേലിനെ ആത്യന്തികമായി പേടിക്കുക തന്നെ വേണം. പക്ഷേ ഒരു ഇമിനൻ്റ് അറ്റാക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഇസ്രയേലും ഒരുപക്ഷെ അത് ആഗ്രഹിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇസ്രയേലിനെ ഏത് നേരവും യുദ്ധം ചെയ്യാൻ മാത്രമല്ല, അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ചെറിയൊരു രാജ്യമാണ്, വളരെ ചെറിയ ജനസംഖ്യയാണ്, 1 കോടിയിൽ താഴെ മാത്രം ജനങ്ങളുള്ള ഒരു ചെറിയ രാജ്യമാണ്. മുന്നോട്ട് പോകണമെങ്കിൽ പെർപെച്വൽ സ്റ്റേറ്റ് ഓഫ് വാർ അവർക്ക് താങ്ങാനാവില്ല. എത്ര കാലം അമേരിക്കയുടെ സഹായത്തിൽ മാത്രം നിലനിൽക്കാനാവും? അതൊക്കെ ചോദ്യങ്ങളാണ്. അവിടെയാണ് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സൈനിക ശക്തി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ, അതൊരു വിപത്തായി കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അമേരിക്കയുടെ 19ഓളം താവളങ്ങളാണ് വിവിധ അറബ് രാജ്യങ്ങളിലുള്ള. കഴിഞ്ഞ ദിവസം സിറിയയിൽ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്കൻ താവളം കേന്ദ്രീകരിച്ച് നടത്തിയത് നമ്മൾ കണ്ടതാണ്. അൽ-ഷറായുമായി സിറിയയുടെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഭരണാധികാരി അൽ-ഷറായുമായി അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ മാസം കൂടിക്കാഴ്ച നടത്തുകയും ഒരിക്കലും വിശ്വസിക്കാനാവാത്തതാണ്. കാരണം അൽ-ഖയ്ദ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് അൽ-ഷറ. അദ്ദേഹത്തെ അവിടെ ക്ഷണിച്ചുകൊണ്ട് പോയി വിരുന്നൂട്ടുകയും അദ്ദേഹവുമായി വലിയ ധാരണയിൽ പോവുകയും അദ്ദേഹത്തിനെ എതിർത്തിരുന്ന ISISന്റെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ചില ഘടകങ്ങളെ, പൽമീറ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ചില യൂണിറ്റുകൾക്ക് നേരെ തന്ത്രപരമായ ആക്രമണമാണ് നടത്തിയത്. ഏതാണ്ട് 100ൽ പരം ആക്രമണങ്ങൾ അവിടെ ഉണ്ടായി. 70 കേന്ദ്രങ്ങളാണ് അവിടെ ടാർഗറ്റ് ചെയ്തത്. ഇതെല്ലാം അമേരിക്കയുടെ ബേസുകൾ, അമേരിക്കൻ താല്പര്യം എല്ലായിടത്തും സംരക്ഷിക്കണം. ആകെ പശ്ചിമ ഏഷ്യയിൽ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഏക രാജ്യം ഇന്ന് ഇറാൻ ആണ് എന്നതുകൂടി ചേർത്ത് വായിക്കണം. അപ്പം അതുതന്നെ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മറ്റ് രാജ്യങ്ങൾ എന്തിന് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കണം? ഇറാൻ ശത്രുവായി നിൽക്കുന്നിടത്തോളം കാലം അമേരിക്കയുടെ സഹായം വേണം. 19 താവളങ്ങൾ, വ്യോമതാവളങ്ങളും അതുപോലെ തന്നെ കപ്പൽ താവളങ്ങളുമായി 19ഓളം താവളങ്ങൾ നിലനിർത്തി അവരെ തെറ്റിപ്പോറ്റേണ്ട അവസ്ഥയും ഒരു പരിധിവരെ ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അവരുടെ ബാധ്യതയാണ്, അവരുടെ സുരക്ഷ ഉൾപ്പെടെ. ഇപ്പോൾ ഖത്തറിൻ്റെ ഉൾപ്പെടെ സുരക്ഷാ സംവിധാനം അമേരിക്കയ്ക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണല്ലോ ഖത്തറിൽ ഇസ്രയേൽ കയറി അടിച്ചു, ഇറാൻ കയറി അടിച്ചു. അമേരിക്കൻ സൈന്യത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു നാടകമായിരുന്നു നമുക്ക് തോന്നാമെങ്കിലും അവിടെയൊക്കെ പക്ഷേ താവളങ്ങളെ നിലനിർത്താൻ അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട്. അവിടുത്തെ ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കണം. സിറിയ ആയിരുന്നു ബാഷർ അൽ അസദിൻ്റെ സമയത്ത്, സിറിയ ആയിരുന്നു റഷ്യയോട് ചേർന്ന് നിന്ന്, ചൈനയോട് ചേർന്ന് നിന്ന്, ഇറാനോട് ചേർന്ന് നിന്ന രാജ്യം. ആ രാജ്യത്തെയും ഇപ്പോൾ കൈവശപ്പെടുത്തി, അല്ലെങ്കിൽ കൂടെ നിർത്തിക്കഴിഞ്ഞു. ഇസ്രയേൽ പണ്ടേ ചങ്ങാതിയാണ്, ഇസ്രയേലിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് തോന്നാം. അപ്പം സൗദി അറേബ്യ ചങ്ങാതിയാണ്. ആരാണ് ചങ്ങാതി അല്ലാത്തത്? ഈജിപ്ത് ചങ്ങാതിയാണ്. വടക്കൻ ആഫ്രിക്കയിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും ഏതാണ്ട് എല്ലാ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ഇസ്രയേൽ എന്ന ജൂതരാജ്യവും എല്ലാം തന്നെ അമേരിക്കയുടെ ചങ്ങാത്ത വലയത്തിൽ. ഇതെല്ലാം ഒരു ട്രാൻസാക്ഷണൽ ബന്ധമാണ്, വൈകാരിക ബന്ധമൊന്നും കൂട്ടേണ്ടതില്ല. ഒരു ട്രാൻസാക്ഷണൽ ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളത്. പക്ഷേ ആ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ കോമൺ എനിമി വേണം. ഇസ്രയേലിൻ്റെയും ശത്രുവായ ഒരാൾ, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളെയും ശത്രുവായ രാജ്യം ഉണ്ടാവണം. അതാണ് ഇറാൻ. അവിടെയാണ് ഇറാൻ്റെ ഭരണ നേതൃത്വം പൂർണ്ണമായി സൈലൻ്റാണ്. ഇപ്പോൾ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല, പ്രസ്താവനകൾ ഉണ്ടാകുന്നില്ല. ഇറാനെക്കുറിച്ച് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാര്യമായ ഒരു വാർത്തയും പുറം ലോകത്ത് വന്നിട്ടില്ല. ഇസ്രയേലിൻ്റെ കാര്യമായ ആക്രമണങ്ങൾ വന്നിട്ടില്ല. ഒരു സീരീസ് ഓഫ് കൊലപാതകങ്ങൾ ഇറാൻ്റെ സൈനിക നേതൃത്വത്തിലുള്ളവരെയും അതുപോലെ സാങ്കേതിക വിദഗ്ധന്മാരെയും ആണവശാസ്ത്രജ്ഞന്മാരെയും എല്ലാം തന്നെ വലിയ രീതിയിൽ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രയേലിൻ്റെ പദ്ധതി കഴിഞ്ഞ ഒരു വർഷമായി കാര്യമായ ആ യുദ്ധം അവസാനിച്ചതിന് ശേഷം, ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിച്ചതിന് ശേഷം കാര്യമായ ഒന്നും തന്നെ സംഭവിച്ചില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാനെ ടാർഗറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ട്രംപിനെ സന്ദർശിക്കുന്നു എന്ന ലേറ്റസ്റ്റ് വിവരത്തിന് ട്രാക്ഷൻ ലഭിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ആ വിവരം ഷെയർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ ചെയ്തു എന്ന് മാത്രം.